തെക്കൻ കേരളത്തിൽ നാശം വിതച്ച പെരുമഴ തുടരുമ്പോൾ പത്തനംതിട്ടയിലും കനത്ത നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പത്തനംതിട്ടയിലെ മഴക്കെടുതികൾ എന്തൊക്കെയെന്ന് ആരായ മിഥുൻ മുരളി ചേരുകയാണ്. മിഥുൻ, പത്തനംതിട്ടയിൽ ഇടവിട്ടുള്ള മഴയാണുള്ളത്. ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെ വരെയും വിവിധ ഭാഗങ്ങളിൽ ഇടവിട്ടുള്ള മഴ പെയ്യുന്നുണ്ട്. നിർത്താതെയുള്ള മഴ പെയ്താൽ മാത്രമാണ് വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ടും വെള്ളപ്പൊക്കവും മറ്റ് അനിഷ്ട സംഭവങ്ങളുമൊക്കെ ഉണ്ടാവുകയുള്ളൂ. അച്ചൻകോവിലാർ, പമ്പ തുടങ്ങിയ ഇടങ്ങളിലൊക്കെ നദികളിലൊക്കെ ജലനിരപ്പ് സാധാരണഗതിയിലാണ്. അപകട ഭീഷണി ഉയർത്തുന്ന രീതിയിലേക്ക് ജലനിരപ്പ് ഉയർന്നിട്ടില്ല. ഈ രീതിയിൽ ജലനിരപ്പ് ഉയരുക, നിർത്താതെയുള്ള മഴ ദിവസങ്ങളോളം പെയ്താൽ മാത്രമാകും. അപകട ഭീഷണി ഉയർത്തുന്ന രീതിയിലേക്ക് തന്നെ എങ്ങും വെള്ളക്കെട്ടോ വെള്ളപ്പൊക്ക ഭീഷണിയോ ഉണ്ടായിട്ടില്ലെങ്കിൽ കൂടി ശക്തമായ കാറ്റ് പലയിടങ്ങളിലും നാശനഷ്ടം വരുത്തിയിട്ടുണ്ട്. തിരുവല്ല, റാന്നി, കോന്നി, പെരുന്നാട്, പത്തനംതിട്ട ടൗണിനോട് ചേർന്നുള്ള ചില ഭാഗങ്ങൾ, കുമ്പഴ, വടശ്ശേരിക്കര തുടങ്ങിയ ഭാഗങ്ങളിൽ വൈദ്യുത പോസ്റ്റുകൾ മറിഞ്ഞു വീണ് അപകടം ഉണ്ടായിട്ടുണ്ട്. മരം കടപുഴകി വീണ് ഈ ഭാഗങ്ങളിലെല്ലാം വ്യാപകമായ ചില നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇളകൊള്ളൂരിൽ വീടിന് മുകളിലേക്ക് ഇന്നലെ രാത്രി മരം മറിഞ്ഞു വീണ് അപകടമുണ്ടായി. വീട് ഭാഗികമായി തകർന്നു. തിരുവല്ലയിലും സമാനമായി മരം പലയിടങ്ങളിലും കടപുഴകി വീണു. വൈദ്യുത പോസ്റ്റുകൾ പലയിടങ്ങളിലും പത്തനംതിട്ട ടൗണിനോട് ചേർന്ന ഭാഗങ്ങളിലും കുമ്പഴ, റാന്നി, പെരുന്നാട്, വടശ്ശേരിക്കര തുടങ്ങിയ ഭാഗങ്ങളിലും വൈദ്യുത പോസ്റ്റുകൾ മറിഞ്ഞു വീണ് വൈദ്യുതി ഇന്നലെ രാത്രി മുഴുവൻ സമയവും പലയിടങ്ങളിലും തടസ്സപ്പെടുത്തു. ഇന്ന് രാവിലെയോടുകൂടിയാണ് പലയിടങ്ങളിലും വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ ആയത്. 25ഓളം വൈദ്യുതി പോസ്റ്റുകൾ ഇന്നലെ വൈകിട്ട് മുതൽ മറിഞ്ഞു വീണ് തകർന്നു എന്നുള്ളതാണ് KSEBയുടെ കണക്ക്. ഇനിയും ശക്തമായ കാറ്റുണ്ടാവുകയാണെങ്കിൽ വിവിധ ഭാഗങ്ങളിൽ വൈദ്യുത പോസ്റ്റുകൾക്ക് ഇത്തരത്തിൽ മറിഞ്ഞു വീണ് അപകടമുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് സാധാരണ ജനങ്ങൾ വൈദ്യുത പോസ്റ്റുകളോ വൈദ്യുതി ബന്ധമോ പുനഃസ്ഥാപിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യരുത്. KSEBയിൽ കൃത്യമായി അറിയിച്ചുകൊണ്ട് KSEB മേൽനോട്ടത്തിൽ മാത്രമേ ഇത്തരം അറ്റകുറ്റപ്പണികൾ നടത്താവൂ എന്നുള്ള നിർദ്ദേശവും KSEB അധികൃതർ നൽകിയിട്ടുണ്ട്. 25 പോസ്റ്റുകളാണ് ഇന്നലെ രാത്രി മുതൽ ഇന്ന് രാവിലെ വരെയുള്ള സമയങ്ങളിൽ വിവിധ ഭാഗങ്ങളിൽ മറിഞ്ഞു വീണ് നാശനഷ്ടം ഉണ്ടായത്. ഭാഗികമായി വീടുകൾക്ക് കേടുപാട് ഉണ്ടാകുന്ന സംഭവം മാത്രമാണ് അനിഷ്ട സംഭവങ്ങളായി ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഞാൻ പത്തനംതിട്ട ടൗണിലാണുള്ളത്. ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണ്. രാവിലെ വരെയും ഇടപെട്ടുള്ള മഴ പത്തനംതിട്ട ടൗണിലുണ്ടായിരുന്നു. കോന്നി, വടശ്ശേരിക്കര, റാന്നി, പെരുന്നാട് തുടങ്ങിയ ഭാഗങ്ങളിലും ഇടപെട്ടുള്ള മഴ മാത്രമാണ് ഇന്നലെ രാത്രി മുതൽ ഇന്ന് പുലർച്ചെ വരെയുള്ള സമയങ്ങളിൽ പെയ്തത്. ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള സീതത്തോട്, ചിറ്റാർ, റാന്നി, പെരുന്നാട് തുടങ്ങിയ മേഖലകളിലെല്ലാം, കോന്നി മേഖലകളിലെല്ലാം ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഈ ഭാഗങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്ന, മഴ കനക്കുന്ന സാഹചര്യം ഉണ്ടായാൽ മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള അടിയന്തര നടപടികളടക്കം വേഗത്തിൽ സജ്ജമാക്കേണ്ടതുണ്ട്. എന്തായാലും മഴ ഇപ്പോൾ പത്തനംതിട്ട നഗരത്തിൽ നിന്നും മാറി നിൽക്കുകയാണ്. പത്തനംതിട്ട നഗരത്തോട് ചേർന്ന ചില ഭാഗങ്ങളിൽ മാത്രമാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. പെട്ടെന്ന് വെള്ളക്കെട്ട് രൂപപ്പെടുന്ന പത്തനംതിട്ട നഗരത്തിലെ ചില അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങളൊക്കെയുള്ള ചില മേഖലകളിലൊക്കെ ഇപ്പോൾ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. പത്തനംതിട്ട KSRTC സ്റ്റാൻഡ്, ധർമ്മശാസ്ത്ര റോഡ്, അവിടെ ചെറിയ മഴ പെയ്താൽ പോലും വെള്ളക്കെട്ട് രൂപപ്പെടുന്ന പ്രദേശമാണ്. അവിടെ ഇപ്പോൾ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ചിലയിടങ്ങളിൽ മാത്രം വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നു. ആറന്മുള പോലെയുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ നിർത്താതെ മഴ പെയ്താൽ വെള്ളപ്പൊക്കം ഉണ്ടാകാനുള്ള വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. വരും മണിക്കൂറുകളിൽ മഴ കനത്തേക്കാം എന്ന് സൂചന നൽകുന്ന ഇരുണ്ടു മൂടിയ മേഘാവൃതമായ കാലാവസ്ഥയാണ് പത്തനംതിട്ട നഗരത്തിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അനു, എന്തായാലും പെരുമഴക്കാലമാണ് കേരളത്തെ ഇനിയും കാത്തിരിക്കുന്നത്. കാലവർഷം കൂടി നേരത്തെ എത്തിയ സാഹചര്യമുണ്ട്. സാധാരണയായി ജൂൺ 1 സ്കൂളുകൾ തുറക്കുന്ന സമയത്ത് എത്തുന്ന കാലവർഷമാണ് ഇത്തവണ 8 ദിവസം മുമ്പ് തന്നെ സംസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. ഇനി പെരുമഴക്കാലം.